ഹായ് മോർണിംഗ്, ഹൗ യു? എന്തൊക്കെ എല്ലാവർക്കും സുഖമല്ലേ? അപ്പോൾ നമ്മളിന്ന് സൺഡേ റൈഡിന് ഇറങ്ങിയതാണ്. ബൈപ്പാസ് റൂട്ടിലാണ് പോകുന്നത്. എങ്ങോട്ടാണെന്ന് അറിയില്ല. നല്ല അടിപൊളി കാലാവസ്ഥ. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് നമ്മളെ പുതിയ ഫ്ലൈ ഓവർ ത്രൂ ആണ്. ഇവിടെ ഹൈലൈറ്റ് മാളിൻ്റെ മുന്നിൽ കൂടെ ഉള്ള നമ്മൾ ഓഫീസെത്തി. രക്ഷയില്ലാത്ത ക്ലൈമറ്റാണ്. നല്ല മഞ്ഞുണ്ട്, കാണും. പക്ഷെ ഇപ്പം നല്ല ലേറ്റ് ആയിട്ടാണോ ലൈറ്റ് വരുന്നത്, നേരം വിളിക്കുന്നത്. സംഭവം 6:41 ആയിട്ടുണ്ടെങ്കിലും ഫുള്ളായിട്ട് ഒരു വെളിച്ചം വന്നില്ല. അങ്ങനെ നമ്മൾ രാമനാട്ടര ജംഗ്ഷൻ എത്തിയിട്ടുണ്ട്. മുന്നിൽ പറന്നുപോയ ക്ലീറ്റ്സ് കൂട്ടന്മാരൊക്കെ അവിടെ നിൽക്കുന്നുണ്ട്. ഇതെന്താ ചേട്ടാ, ഇരട്ടയാണോ ഒരേ ഷൂ ഒക്കെ ആയിട്ട്? അങ്ങനെ നമ്മൾ രാമനാട്ടനെ ലെഫ്റ്റ് കയറി എയർപോർട്ട് റൂട്ട് ചവിട്ടുകയാണ്. കാലിക്കറ്റ് എയർപോർട്ടിലേക്ക് ചവിട്ടാന്നാണ് ഇപ്പം പ്ലാനായത്. പക്ഷേ ഈ റോഡ് കയറി അത്യാവശ്യം റഷാണ്. ഒരു സ്പീഡിൽ വരാൻ പറ്റുന്നില്ല. ഇതുവരെ 29 അല്ലെ 30ൻ്റെ മേലെ ആവറേജ് ചവിട്ടി വന്നായിരുന്നു. 30-29 താഴേക്ക് വന്നിട്ട് അത്യാവശ്യം നല്ല റഷ് ഉണ്ട് റോഡ്. സൺറൈസ് അങ്ങനെ നമ്മൾ എയർപോർട്ട് എത്തി. പുതിയ റൈഡറൊക്കെ ഉണ്ട്. പുള്ളിയുടെ ബൈക്ക് ഷേലയാണ്. ഷേല ഏതാ? അത് ഡിസ്ക് ട്രക്കർ. അത് കിട്ടിയില്ല. എല്ലാ ആവശ്യങ്ങൾക്കും പണിക്ക് പോവാം. മറ്റേ സ്കൂട്ടർ പിള്ളക്ക് ഒക്കെ നിങ്ങൾ എല്ലാ ആവശ്യത്തിനും വണ്ടി തന്നെ ഉപയോഗിക്കുന്നത്? എല്ലാ ആവശ്യത്തിനും പണിക്ക് ഇതില് ചായോ മുഖം കേൾക്കാൻ വെള്ളം. ഈ 2 ബോട്ടിലും ഇവിടെ കുടിക്കാൻ ലോങ്ങിലേക്കൊക്കെ പോകുമ്പോ. പിന്നെ ഇതില് ഫുള്ള് സാധനങ്ങൾ ടൂൾസുകൾ, അങ്ങനത്തെ ചെറിയ ഹാൻഡ് അതൊക്കെ. നിങ്ങൾ ദൂരമായി പോയാലുണ്ടോ? എല്ലാണ്ട് പോകില്ല, വയനാട് അങ്ങോട്ടൊക്കെ പോവാണ്ട്. ഇത് 26 CM ടയർ. 26 മതിന്ന് ഞാൻ പറഞ്ഞതാണ്. അപ്പോൾ DT 52 സെന്റിമീറ്റർ വരെയുള്ളതിൽ 26 വരുന്നത്. അപ്പൊ 26 മതി. ഇതൊക്കെ ഞാൻ തന്നെ സെലക്ട് ചെയ്തതാണ്. ഇതെല്ലാം കൂടി എത്ര പൈസ നിങ്ങൾക്ക് ഇത് മൊത്തം ബിൽഡ് ചെയ്യാൻ? ഗ്രൂപ്പ് സെറ്റും വീൽ സെറ്റും ഫ്രെയിം സെറ്റും കൂടെ 1.55. പിന്നെ 1.55 കുറച്ച് താഴോട്ട് വന്നു. പിന്നെ എനിക്ക് അത്യാവശ്യം വേണ്ട ആക്സസറീസ് എല്ലാം കൂടെ ആയിട്ട് 1.80 ചെറിയ തന്നെ ടൂറിംഗ് ക്യാരിയറും നല്ലൊരു ചാടിലും വെക്കണം. അതും കൂടെ ആകുമ്പോൾ ഫൈനലായി 2 lakh ക്ലോസ് ചെയ്യില്ല നമുക്ക്. നിങ്ങളുടെ പേരെന്തായാലും എന്തായാലും കണ്ടത് സന്തോഷം. നമ്മളിപ്പം കോഴിക്കോട് ഡിസ്ട്രിക്ട് ലാസ്റ്റ് ഉണ്ടോ രാമനാട്ടുര. കോഴിക്കോട് ഡിസ്ട്രിക്റ്റിന് തൃശ്ശൂർ റോഡിനും ഇങ്ങോട്ട് പാലക്കാട് റോഡിനും ഫസ്റ്റ് സ്റ്റോപ്പ് കോഴിക്കോട് ഡിസ്ട്രിക്ട്, രണ്ടാമത്തെ സ്റ്റോപ്പ് മലപ്പുറം. പുള്ളി കാണുന്ന പോലെ അല്ല കേട്ടോ, ഭയങ്കര സംഭവമാണ്. അത്യാവശ്യം നല്ല നോളജ് ഉണ്ട് വണ്ടീനെ പറ്റിയിട്ട്. പുള്ളി തന്നെ പറഞ്ഞ് കസ്റ്റം ബിൽഡ് ചെയ്ത വണ്ടിയാണിത്. നമ്മൾ എയർപോർട്ടിൻ്റെ ജസ്റ്റ് ഗേറ്റ് വരെ പോയി തിരിച്ചു വരികയാണ്. നമ്മളിനി എയർപോർട്ട് ഫ്ലൈറ്റ് പൊന്തിന്ന് കാണാൻ പോവുകയാണ്. അപ്പോൾ നമ്മൾ എയർപോർട്ടിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ഫസ്റ്റ് ഒരു ജംഗ്ഷൻ വരുന്നില്ല. അപ്പോൾ നമ്മൾ അവിടെ നിന്ന് ഇങ്ങോട്ട് വരികയാണെങ്കിൽ റൈറ്റ് സൈഡ്, നമ്മളിപ്പോൾ എയർപോർട്ടിൽ തിരിച്ചു കഴിഞ്ഞാൽ കൊണ്ട് ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഈ റോഡ് ഉണ്ടല്ലോ, ഈ റോഡിന് പോയിട്ടാണ്. ഇവിടുന്ന് ഏകദേശം ഒരു 1.5 കിലോമീറ്ററാണുള്ളത്. അപ്പോൾ നമ്മൾ ഫ്ലൈറ്റിന് പൊന്തുന്നത് കാണാൻ പോവുകയാണ്. നല്ല വ്യൂ പോയിൻ്റ് ആണ് ഇവിടെ. ഞാൻ മുന്നോട്ട് സോളോ ആയിട്ട് വന്നിട്ടുണ്ട്. റൺവേ ക്ലിയർ ആയിട്ട് കാണാം അവിടുന്ന്. അപ്പം വന്നിട്ട് ഇത് കാലും നേരെ നിൽക്കൂല. ഇത്തേടൻ്റെ ക്ലീറ്റ്സ് ഇട്ടിട്ടുള്ള ഫസ്റ്റ് റൈഡാണ്. നമ്മൾ വ്യൂ പോയിന്റിൽ എത്തിയിട്ടുണ്ട്. ഇവിടെ അത്യാവശ്യം ആളുകളൊക്കെ ഉണ്ട്. നമ്മളിങ്ങോട്ട് കയറി ഒരു ഫ്ലൈറ്റ് പൊന്തിയുണ്ട്.
അവിടെ റൺവേ കറക്റ്റായിട്ട് കാണാം. നമ്മൾ ബസ് സ്റ്റാൻഡിലൊക്കെ ബസ് നിർത്തിയിട്ടാണ് ഫ്ലൈറ്റ് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട്. 2 ഫ്ലൈറ്റേ ഉള്ളൂ. അപ്പുറത്തൊരു വ്യൂ പോയിന്റ് ഉണ്ട്. എവിടെയുള്ള മൈൻഡല്ലേ അങ്ങനെ അവിടേക്ക് പോവാൻ പറ്റുന്ന ആൾക്കാരാണ്. അതാ കുറേ കുട്ടികൾ കഷ്ടപ്പെട്ട് പോകുന്നുണ്ട്. ആ വണ്ടി ഫ്ലൈറ്റ് പോകുന്നത് തന്നെ റൺവേ ചെക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് പോവാണ്. എന്താ ലോബറിക്ക് സുഖം. വേറെ വണ്ടി വരുന്നൊന്നും നോക്കണ്ട. ഇവരുടെ ഇതുവരെ അപ്പുറത്തില്ല. കൂടുതലുള്ള ആൾ വന്ന് കൂട്ടി പോകാൻ തോന്നുന്നു. ശരിക്കും താഴെ കുറച്ച് വെള്ളം ഉണ്ട്, അതിൽ ചവിട്ടിയൊക്കെ പോയാൽ മതി. ഇത്രയും റിസ്ക് എടുത്ത് പോകണമെന്നൊന്നുമില്ല. ഇതിനൊക്കെ പറയുന്നത് എന്തിനോ വേണ്ടി തിളയ്ക്കുന്ന സാമ്പാറിന്. അടുത്തൊരു 15 ഒരു ഫ്ലൈറ്റ് പൊന്നാണ്ട് അത് കാണാൻ വേണ്ടി എല്ലാവരും. ചേട്ടാ 2 ഫ്ലൈറ്റ് വന്നേ. അങ്ങനെ നമ്മളെ 8:15 ദുബായ് ഫ്ലൈറ്റ് എടുത്തിട്ടുണ്ട്. അവിടുന്ന് തിരിക്കുന്നില്ല. എനിക്ക് തോന്നുന്നു റൈറ്റ് സൈഡിലേക്ക് പോയിട്ട് പിന്നെ തിരിച്ചിങ്ങോട്ട് വരാൻ തോന്നുന്നു. സാധാരണ അങ്ങനെ ഉണ്ടാവാറ്. ഒരുപാട് പ്രവാസികൾ കണ്ണീരും കിനാവായിട്ട് പോകുന്നതായിരിക്കും. നാട്ടിലേക്ക് വരുന്നതിൽ ഫുള്ള് സന്തോഷമായിരിക്കും. തിരിച്ചു പോകുന്നതിൽ കുറച്ച് സങ്കടങ്ങളുടെ യാത്രയായിരിക്കും. പക്ഷെ അതൊക്കെ ഇപ്പോൾ ഉണ്ടായിരുന്നു. അപ്പോൾ എല്ലാവരും പെട്ടെന്ന് വരുന്നത് കൊണ്ട് അത്രയ്ക്ക് സങ്കടമൊന്നും ഉണ്ടാവും. അങ്ങനെ നമ്മൾ ഫ്ലൈറ്റ് എപ്പോൾ ഒന്നും നോക്കി നേരം ഒരു ഫ്ലൈറ്റ് ലാൻഡിങ് ഒന്നുമില്ല. നല്ല അടിപൊളിയായിട്ട് വ്യൂ കിട്ടിയിട്ടുണ്ട്. അങ്ങനെ അത് ലാൻഡായതിനു ശേഷം നമ്മൾ നേരത്തെ ഫ്ലൈറ്റ് ഫ്ലൈ ചെയ്യാൻ വേണ്ടി പോവാണ്. റൺവേൻ്റെ ലെഫ്റ്റ് സൈഡിലേക്കാണ് പോകുന്നത്. കഴിഞ്ഞ പ്രാവശ്യം ഞാൻ നേരം റൈറ്റ് സൈഡിലേക്ക് പോയിട്ട് അവിടെ നിന്നായിരുന്നു ഫ്ലൈ ചെയ്ത്. അത്യാവശ്യം ലെഫ്റ്റിലേക്കാണ് പോകുന്നത്. അത്യാവശ്യം വലിയ ഫ്ലൈറ്റാന്ന് തോന്നുന്നുണ്ട് കണ്ടിട്ട്. ഫ്ലൈറ്റ് നമ്മളെ ചതിച്ചു ഗൈസ്. നമുക്ക് കാണുന്ന ദൂരത്തൊന്നും കൊണ്ടുവന്നില്ല. റൺവേയിൽ പറന്നു പോയിട്ട് അതിൻ്റെ അപ്പുറത്തേക്ക് നമുക്ക് വ്യൂ ഉണ്ടാവില്ല. അവിടുന്ന് പൊന്തി. അങ്ങനെ പറന്നിറങ്ങിയ ഫ്ലൈറ്റ് ഇപ്പം അവിടെ പാർക്ക് ചെയ്യുന്നുണ്ട്. എന്തായാലും നമ്മൾ പോവുകയാണ്. നമുക്ക് തിരിച്ചു പോകുമ്പോൾ വെയിലാവും. അപ്പോൾ ഫുഡ് കഴിക്കണം, പോകണം. നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. നല്ലൊരു വ്യൂ. നമ്മൾ ഭക്ഷണം കഴിക്കാൻ വേണ്ടി വന്നാണ്. ഇവിടെ കല്യാണപ്പുര എന്ന പേരിലുള്ള റെസ്റ്റോറൻ്റാണ്. നമ്മൾ കുറേ വ്ളോഗിലൊക്കെ കണ്ടിട്ടുണ്ട്. കയറി നോക്കാം എന്താ അവസ്ഥ എന്നുള്ളത്. അപ്പോൾ ഈ 3 സീറ്റിന് നടുക്കിരുന്ന അമൽജി ഫാൻസ് ഇവിടെ കമോൺ. നിധിയേട്ടൻ എന്തായും വേണ്ടേ? ക്ലൈംബ് കിട്ടി. മനുവിന് എന്തായും വേണ്ടേ? അത് കിട്ടിയില്ലേ? അതിപ്പം മാറി കിട്ടിയില്ലേ? വ്യൂ എങ്ങനെ ഉണ്ടായിരുന്നു? എയർപോർട്ട് വ്യൂ ഒരു വ്യൂ പോയിന്റ് കിട്ടി. എങ്ങനെ നമുക്ക് എത്ര റൈഡ്? ഇപ്പൊ വെയിലുണ്ടാല് തീരുമാനമായി കിട്ടില്ല. ഇന്ന് വൈകുന്നേരം വരെ തീരുമാനമായി കിട്ടില്ല. കിടന്നുറങ്ങിയാലേ. നല്ല ഭക്ഷണം. നമ്മൾ ഭക്ഷണം കഴിക്കുന്ന വീഡിയോ ഒന്നും എടുത്തില്ല. നല്ല ഫ്രഷ് ഫുഡ്, കുഴപ്പമില്ല. വ്ളോഗ് കണ്ടതൊന്നും തെറ്റു പറയാനില്ല. നല്ല ഭക്ഷണം.
ഈ കാണുന്ന വെയിലാണ് ഇനി പ്രശ്നം. ഈ വെയിലിൽ 40 കിലോമീറ്റർ ചവിട്ടണം. ഇതേട്ടാ ഭക്ഷണം കണ്ടായിനോ? നല്ല ഭക്ഷണമായി. ബ്ലോഗർമാരെ കുറ്റം പറയാനല്ലേ. അപ്പം നമ്മൾ തിരിച്ച് ബൈപ്പാസിലെത്തി. നല്ല വെയിലുണ്ടായിരുന്നു, അതാണ് പിന്നെ വീഡിയോ ഒന്നും എടുക്കാഞ്ഞ്. അപ്പം വീത്തേട്ടൻ പിരിയാൻ സമയം. വീത്തേട്ടാ ബായ്. പണ്ടത്തെ റൈഡ് കഴിഞ്ഞു. അപ്പോൾ അടുത്ത റൈഡിന് കാണുന്നവരെ ബൈ. സി യു ഗൈസ്.